തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ച SFI നേതാക്കന്മാർക്കെതിരെ കേസെടുത്തു. പരാതി പിൻവലിക്കാൻ SFI നേതാവിന്റെ ഭീഷണി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ SFI നേതാക്കന്മാർക്കെതിരെ കേസെടുത്തു. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഭിന്നശേഷി കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ കാല് 3 SFI നേതാക്കൾ ചേർന്ന് ചവിട്ടിപ്പിടിച്ച ശേഷം കമ്പികൊണ്ട് അടിച്ചതായാണ് പരാതി. SFI യൂണിറ്റ് ഭാരവാഹികൾ വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിദ്യാർത്ഥി പോലീസിൽ പരാതി നൽകി 2 ദിവസം കഴിയുമ്പോഴാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി ഭിന്നശേഷി കമ്മീഷനിൽ നേരിട്ട് പരാതി നൽകുകയായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ SFIയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇടിമുറിയുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട്. കോളേജിലെ SFI യൂണിറ്റിൽ ചേരാത്തതിന് ഭിന്നശേഷിക്കാരൻ കൂടിയായ പൂവച്ചൽ സ്വദേശിയായ വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെയും സുഹൃത്തിനെയുമാണ് യൂണിറ്റ് ഭാരവാഹികൾ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. 1ാം വർഷ ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥിയായ അനസിനെ കോളേജിലെ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി വൈകല്യത്തെ കളിയാക്കി സംസാരിക്കുകയും പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. അതേസമയം പരാതി പിൻവലിച്ചില്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കുമെന്ന ഭീഷണി ഉയർന്നതായും ആരോപണമുണ്ട്. SFI യൂണിറ്റ് സെക്രട്ടറി വിധു ഉദയാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ സുഹൃത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. പരാതി നൽകിയതിന് പിന്നാലെ കോളേജിൽ കയറിയാൽ തല്ലുമെന്നും ഭീഷണി ഉണ്ടായതായി അനസ് പറയുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടി പരിപാടിയുടെ ഭാഗമായി തന്നോട് കൊടിയും തോരണങ്ങളും മറ്റും കെട്ടാൻ SFI പ്രവർത്തകർ ആവശ്യപ്പെട്ടെന്നും എന്നാൽ തനിക്ക് കാലിന്റെ സ്വാധീനക്കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ മർദ്ദിക്കുകയായിരുന്നുവെന്നും അനസ് പറഞ്ഞു.